ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ കണ്ണൂർ ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും LDCയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അതായത് പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ്. കണ്ണൂർ ജില്ല അതുപോലെ നമ്മുടെ എറണാകുളം ജില്ല എന്നിവയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ കട്ട് ഓഫ് എത്രയാണ്, ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒക്കെ ഒന്ന് നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കണ്ണൂർ ജില്ലയുടെ കാര്യമാണ്. കണ്ണൂർ ജില്ല നമുക്കറിയാം 503/2023 ആണ് കാറ്റഗറി നമ്പർ. 24/2/2025 ഡേറ്റിലാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലർക്ക് പാർട്ട് 1 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 503/2023 കണ്ണൂർ ജില്ലയിലെ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 57 മാർക്കാണ്. 57 മാർക്കാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയാൻ. ഈ കട്ട് ഓഫിന് മുകളിൽ നേടിയ 819 പേരാണ് ഇതിന്റെ കണ്ണൂർ ജില്ലയിലെ മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 819 പേർ, 57 മാർക്കോ അതിന് മുകളിലോ നേടിയ 819 പേർ മെയിൻ ലിസ്റ്റിലുണ്ട്. 826 പേർ സപ്ലിമെന്ററി ലിസ്റ്റിൽ, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 32 പേർ, ആകെ 1677 പേരാണ് കണ്ണൂർ ജില്ലയുടെ LDC ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ്. അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 57 മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ ഒരു മാർക്കോ അതിന് മുകളിലോ നേടിയ 819 പേരാണ് കണ്ണൂർ ജില്ലയുടെ LDC ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്, അതായത് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ആകെ 1677 പേരുമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വൈസ് നില നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആകെ 823 അഡ്വൈസ് ആണ് ഇതുവരെ, അതായത് 17/2/2025 വരെ, അതായത് ഫെബ്രുവരി 17-ാം തീയതി വരെ 823 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പണിലാണെങ്കിൽ 540ാമത്തെ റാങ്ക്, ഈഴവ 549, SSC 28 സപ്ലി, ST 19 സപ്ലി, മുസ്ലിം 638, LCI 13 സപ്ലി, OBC 534 ഓപ്പൺ ടേൺ ആണ്. വിശ്വകർമ്മ 739, SIUC നാടാർ 680, SSCCC സപ്ലിയിൽ 5, ധീവര 637, ഹിന്ദു നാടാർ 952, LP 236, LV 7, HI 7, LDCP 8 എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള നിയമന ശുപാർശ, കണ്ണൂർ ജില്ലയുടെ നിയമന ശുപാർശ. നോക്കാം, ഇവിടെ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് 55.33 ആയിരുന്നു. 55, ഇപ്പൊ ഇത്തവണ അത് 57 ആണ്. അതായത് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കട്ട് ഓഫ് ഒരുപാട് കൂടിയിട്ട് കണ്ണൂർ ജില്ലയിൽ ഇല്ല. കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിൽ 960 പേരെയാണെങ്കിൽ ഇത്തവണ അത് 819 ചുരുങ്ങിയെന്നാണ്. അതായത് ഏകദേശം ഒരു 100+ ആളുകളെ കുറച്ചു. 100+ ആളുകളെ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ കുറച്ചിരിക്കുന്നത്. കാരണം ഏകദേശം 823ഓളം അഡ്വൈസ് ഇവിടെ വന്നിട്ടുണ്ട്. 1000-നടുത്ത് അഡ്വൈസ് എന്തായാലും ഈ ഒരു ലിസ്റ്റ് തീരുമ്പോഴത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ 600-700-നടുത്ത് ഓപ്പൺ വരും. അപ്പൊ ഏകദേശം ഈ പറയുന്നത് ഏകദേശം അതിനടുത്തോളം വരാം. ചിലപ്പോൾ അടുത്തതിൽ ഇത് ഈ ഒരു 819 പേരെയും എടുക്കുന്ന രീതിയിലേക്കും എത്താം. അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും കുറച്ചിരിക്കുന്നത്. 100+ ആളുകളെ മാത്രമേ ഇതിൽ കുറച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ സപ്ലിയിൽ 983 ആണ്. ആകെ 1943 പേരാണ് നിലവിലെ റാങ്ക് ലിസ്റ്റിലുള്ളത്. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ 1943 ആണ്. ഇപ്പോഴത്തെ 1677 പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1677 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കുറച്ച് മാറ്റം അങ്ങോട്ടേക്ക് മാറും. കുറച്ചുകൂടി കുറയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ പലരും ഒഴിവായി പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ മറ്റൊരു ജില്ലയിലേക്ക് പോവുകയാണ്. ഇന്ന് ഷോർട്ട് ലിസ്റ്റ് വന്ന മറ്റൊന്നാണ് എറണാകുളം ജില്ല. അതായത് 503/2023 തന്നെയാണ് കാറ്റഗറി നമ്പർ. ക്ലർക്കാണ്, വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, എറണാകുളം ജില്ല. ഓക്കെ, 5/10/2024 പരീക്ഷ നടന്നത്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 67.67 ആണ്. 67.67 ആണ് നമ്മുടെ എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനു മുകളിൽ നേടിയ 987 പേരാണ് ഈ ഒരു എറണാകുളം ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് 987 പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 1037 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും 40 പേർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിലും ഉണ്ട്. ആകെ 2064 പേരാണ് എറണാകുളം ജില്ലയുടെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 2064, 987, 67.67 ആണ് കട്ട് ഓഫ് എന്നുകൂടെ നോക്കണം. ഇത് മുന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 ആയിരുന്നു. 53 മാർക്കായിരുന്നു ഇതിനു മുമ്പ് എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ്. അന്ന് 1182 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. എന്നാൽ ഇന്നത് 987 കുറഞ്ഞു. 987 കുറഞ്ഞു. അന്ന് സപ്ലിയിൽ 1126, ആകെ 2308 ഉള്ളത് ഇപ്പൊ 2064 കുറഞ്ഞിരിക്കുകയാണ്. 2064. മെയിൻ ലിസ്റ്റിൽ 987 പേരാണ് നിലവില്. ആകെ 2064. കഴിഞ്ഞ 53 കട്ട് ഓഫ് വന്നപ്പോ 1182 പേരുണ്ടായിരുന്നു.
ഓക്കെ, ഏകദേശം 200ഓളം പേർക്ക് ആളുകളുടെ എണ്ണം കുറച്ചിരിക്കുന്നു. 2308 2064 ഏകദേശം 250 മുകളിലേക്ക് എന്താണ് ആളുകളെ എണ്ണം കുറച്ചിരിക്കുന്നു നോക്കാം. നിങ്ങൾ നോക്കുക, ഇതുവരെ 949 അഡ്വൈസ് ആണ് എറണാകുളം ജില്ലയിൽ വന്നിരിക്കുന്നത്. 6/2/2025 വരെ 949. ഓപ്പണിൽ 647 പോയിട്ടുണ്ട്. ഈഴവ 654, SSC സപ്ലിയിൽ 26, ST സപ്ലി 25, മുസ്ലിം 952, LCI 807, OBC 662, വിശ്വകർമ്മ 688, SIUC നാടാർ 706, SSCC സപ്ലിയിൽ 3, ധീവര 642, ഹിന്ദു നാടാർ സപ്ലി 5, LP 206, LV 9, HI 10, LDCP 7 എന്നിങ്ങനെയാണ് ഇതുവരെ വന്നിരിക്കുന്ന നിയമന ശുപാർശ ഇവിടെ എറണാകുളം ജില്ലയിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നോക്കുക, ഇപ്പൊ തന്നെ 949, 647 ആണ്. ഇനി പിന്നെ കുറച്ച്, അതായത് ഒരു 5 മാസത്തോളം ഉണ്ട്. അതിനുള്ളിൽ കുറച്ചുകൂടി നിയമനം നടക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഇതെന്ന് പറയുന്നത് 700-നും 800-നും ഇടയിലേക്ക്, അല്ലെങ്കിൽ 850-നും ഇടയിലേക്ക് എത്തിപ്പെടും. അപ്പോൾ ഏകദേശം നമുക്ക് അടുത്ത ഒരു ലിസ്റ്റിൽ കുറച്ചുകൂടി നിയമനം വന്നാൽ മുഴുവൻ പേരും എടുക്കാവുന്ന രീതിയിലേക്ക് അത് മാറും എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുതലാണെങ്കിലും ആളുകൾ എണ്ണം കുറച്ചത് നമ്മുടെ മെയിൻ ലിസ്റ്റിന് അനുമതി മുഴുവൻ പേർക്കും ജോലി കിട്ടുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇപ്പൊ ഈ 2 ലിസ്റ്റിൽ ഉൾപ്പെട്ട എറണാകുളം ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ആശംസകൾ നേരുകയാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്